ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. NSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛനേരം നീ വന്നേ. താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. എന്നിട്ടേ പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ റിപ്പോർട്ടെല്ലാം കവറിലാക്കിയില്ലേ? എനിക്ക് കവർ കയറി അത് പുറത്തെടുക്കണോ? പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ. പറ്റുന്നില്ല സാർ. മര്യാദക്ക് ചായ വാങ്ങിച്ചോണ്ടാണ് പറഞ്ഞത്. സാർ എന്നെ വരട്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സാർ ഒരു കാര്യം ഓർമ്മിക്കണം. ഞാൻ മഹാഭാവി നീയായിരുന്നോ? 50 പൈസ പോയി കിട്ടി. ആ പോട്ടെ, എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. വല്ല സർക്കാർ ആഫീസും ആയിരുന്നെങ്കിൽ ഇവനൊക്കെ പിടിച്ചു നിർത്തി ഖരാമ ചെയ്യാമായിരുന്നു. ആ കാളക്കൂറ്റ മാനേജിംഗ് ഡയറക്ടർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ? വിശാഖപട്ടണത്ത് നിന്ന് സ്ഥലം മാറി വരുന്ന MD ഒരു വിശാല മനസ്കനെന്നാ കേൾക്കുന്നത്. എങ്കിൽ നമ്മുടെ സങ്കടം ആ വിശാല മനസ്കനോട് പറഞ്ഞു നോക്കാം അല്ലേ? ഒരു വെറും സാധാരണ ക്ലാർക്കിന്റെ ജോലി മതിയായിരുന്നു. പ്രിയപ്പെട്ട അമ്മേ, അമ്മയ്ക്ക് സുഖമാണല്ലോ? എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോസാ. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടയ്ക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാ. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന്. പോയേ. ചാത്തേട്ടാ, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്ക എഴുതിട്ടാ പശുക്കൾക്കാ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം. ഒരു കാറ് വാങ്ങണം. ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വര രക്ഷിക്കണേ. അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40 50 നടപ്പുള്ള കാര്യമല്ല സാർമാരെ. കാലത്തും വൈകിട്ടും കൂടി 10 12 കിട്ടിയ ഭാഗ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാകിട്ടാനുള്ള വഴി തീരില്ല.
അങ്ങനെയല്ലല്ലോ പണിക്കരമ്മാവൻ പറഞ്ഞത്. എന്നാ അങ്ങോട്ട് വന്ന് നടക്കാൻ പറ. അതെ, ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ, ചുരുങ്ങിയതൊരു 10 ലിറ്ററെങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താ മതി. തമ്മുണ്ടാവില്ലടോ, അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. എന്നാ ഞാൻ ഈവനിങ് വരാം. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്ററെങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. ചേർക്കാം. ആദ്യത്തെ കറവയായതുകൊണ്ട് പാലിത്തിരി കുറവാ രാഘവേട്ട. 8 ലിറ്ററേ ഉള്ളൂ. പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായതുകൊണ്ട് 10ന്റെ ഗുണം ചെയ്യും. ഒരു കച്ചവടം എന്ന് വെച്ചാ വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക്, പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നു തരാം. കാരണം വേറെ പാല് ഞാൻ നിർത്തിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല. അപ്പൊ ഒരു 40 രൂപ ഇങ്ങനെ. പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നല്ല പോഷകാഹാരം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്തു പറ്റി? പച്ചവെള്ളം ഞങ്ങളുടെ കിണറ്റിൽ വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. നീ ആ രൂപ ഇങ്ങെടുത്ത്. ഇങ്ങെടുത്തേ. അതെ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക് മോനെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. ബാങ്കിൽ നിന്ന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ മക്കൾ. എന്നായാലും ഒരിക്കൽ ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി. നമ്മുടെ കല്യാണം വേഗം നടക്കും. അയ്യോ, അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം. പത്ത് പവൻ, ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ. സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഒരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ. നീ എന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. കെട്ടിത്തരട്ടെ. വേണ്ടായിരുന്നു. ഞാൻ കാരണപ്പോ. നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു? കൽമേ, എന്റെ പുന്നാരമുത്തേ, ഈ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾക്ക് വല്ലതും പറ്റിയ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കൂല. എന്താണ്ടാ നിർത്തിക്കളഞ്ഞത്? തല്ലി ചാവിണ്ട. ഒരു പെണ്ണിന് വേണ്ടി തല്ലി ചാവി. ഹാജിയാരെ, എന്താ അവിടെ ഒരു ബഹളം? നിങ്ങളുടെ മോൻ ഭാസ്കരൻ അയൽവക്കത്തെ പണിക്കരെ മോക്കൊരു മാല കൊടുത്തില്ലേ? അതും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അവനെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചില്ലേ? അത് സ്വർണമല്ല, അതിന്റെ ഉള്ളിൽ ചെമ്പായിരുന്നു. അതിന്റെ പേരിലാണ് ഈ കൂട്ടത്തല്ല് മുഴുവനും. ചെമ്പോ? ആ, ചെമ്പ് തന്നെ. അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കല് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു.
അതുകൊണ്ടാ അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സ് നോവും. പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി? പറയടാ, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ആ ബുദ്ധി? അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ? എന്റെ ഈശ്വര, മമ്മി, ഡാഡി, മമ്മി, ഡാഡി, മമ്മി. കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തിന്? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ. ഞാനുള്ളപ്പോ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി എടുത്ത കയ്യാണിത്. പിന്നെ മോള് സ്കൂൾ വിട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ? നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ Hi, auntie. Did you see the film Messi on TV? Did you like it? Oh, that old man with long hair and big mustache was simply superb, no, auntie? What is his name? മുറാന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓട്ടെ ചേച്ചി, പിന്നെ വരാം. ഒന്ന് ഞങ്ങൾ തല്ലാൻ മതിയെന്ന്. ഇപ്പളോ? ഹായ്, ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ? അതെ. അയ്യോ, എനിക്ക് സന്തോഷായി. മോളെ, നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളി കിടക്കട്ടെ. 4 ആള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട്? കാർ ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനി ഇപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ? ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്തേട്ടെ. വേണ്ട വേണ്ട, മേസരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി. ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി ഇതിനോടൊക്കൂല. ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല. അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടി അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോടത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പുള്ളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ? ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. മേസ്ത്രി, മേസ്ത്രി ഇങ്ങോട്ട് വന്നേ. മേസ്ത്രി ഇങ്ങോട്ട് വന്നേ. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്ട് എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല പറ്റൂല പറ്റൂല. എന്റെ അച്ഛൻ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാത്തതിന്റെ ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോക്ക് എന്റെ ഗതി വരരുത്. ഏത് ഭാഷയും പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് അമേരിക്കക്കാരൻ എഴുതിയ നോവലും കക്ഷത്ത് വെച്ച് നടക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമൊന്നല്ല. മലയാളവും പഠിക്കണം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ അത് വളരെ അത്യാവശ്യം. വേണ്ട,
എന്റെ മോള് ഇംഗ്ലീഷ് പഠിച്ചാ മതി. എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈറ്റ് ആണൊക്കെ. എന്താ കുഞ്ഞെന്താ കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു? ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? നിർത്ത് നിർത്ത്. മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ? സമയമില്ലെന്നേ. ഓ മേസ്ത്രി ഇറങ്ങി.